എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്ക് ക്രിസ്മസിന് ഇപ്രാവശ്യം ഒരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ടൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ ബ്രൗൺ കളറാക്കി എടുക്കണം. കാരമലായി വരട്ടെ. കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നല്ലോണം കളർ മാറി മാറി വരും. കണ്ടോ? ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ കുറേശ്ശെ തന്നെ ഒഴിച്ചു കൊടുക്കാവും. പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു വിടറ് മൊത്തത്തിൽ അങ്ങ് ഒഴിക്കുമ്പോൾ മുഖത്തേക്കാണ് പാടുക. കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാനൊരു 3 പ്രാവശ്യമായിട്ട് ഇത് ഒഴിച്ചിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. നല്ലോണം തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ അതിലേക്ക് 6 ടേബിൾ സ്പൂൺ സീഡ്ലെസ് ആണേ കറുത്ത മുന്തിരി അതും ഇട്ട് കൊടുത്ത്, ഒരു 1/4 കപ്പ് ഈത്തപ്പഴം ഡേറ്റ്സും കൂടി മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സാണ്. അതെന്തെന്നാണെന്നൊന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം കൂടിയും കിട്ടിയത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോൾഡൻ റൈസിൻസും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം, ടൂട്ടി ഫ്രൂട്ടി എല്ലാം അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി അതിൽ കിടന്ന് നല്ലോണം വെന്ത് ആ ഒരു പഞ്ചസാര പാനി ഒന്ന് ചുരുങ്ങി വരണം. ചുരുങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത്. പക്ഷേ മുഴുവനായിട്ട് വറ്റിപ്പോറേ, അത് തണിയാനായിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ ബാക്കിയുള്ള പഞ്ചസാരയും അതിൻ്റെ കൂടെ ഒരു 7 ഗ്രാമ്പൂവും ഒരു കഷ്ണം നട്ട്മെഗും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം പൊടിച്ചിട്ടെടുക്കാം. ഇത് മാത്രമേ വേണ്ടൂ ഇതിനുള്ള ആ ഒരു നല്ല സൂപ്പർ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പൊടിച്ചൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ തടവി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ 1 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതിൻ്റെയും പകുതി, അതായത് 1/8 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒരു 3 പ്രാവശ്യം അരിച്ച് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും 1/4 കപ്പ് ഉരുക്കിയ ബട്ടർ അതും കൂടി ചേർത്തിട്ട് നല്ലോണം അടിച്ച് മിക്സ് ചെയ്തെടുക്കണേ. നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം അടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് പഞ്ചസാര നല്ലോണം അലിഞ്ഞു പോകണം. മൊത്തത്തിൽ അലിയുന്ന വരെ നല്ലോണം അടിച്ച് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഓവൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതാ ഞാൻ വെച്ചിട്ടുണ്ട്. അടികട്ടിയുള്ളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടിയും വെച്ചിട്ട് സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതായിരുന്നു ചൂടാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളത് കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി നല്ലോണം ഗ്രേറ്റ് ചെയ്തതാണേ. പിന്നെ അതിലേക്ക് കുറേശ്ശെ ഈ മിക്സ് ചെയ്ത് വെച്ച മൈദയും ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ടൈറ്റായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ടേബിൾ സ്പൂണിൽ അളന്ന് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു അളവ് കിട്ടാണ്ടായി പോകില്ല. പിന്നെ വെള്ളം കൂടിപ്പോയാലോ. അപ്പോൾ അതാ ബാക്കിയുള്ള മൈദയും കൂടി ചേർത്തിട്ട് ഇനി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി നോക്കട്ടെ. ഒന്നും കൂടി ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി പാല് ചേർത്ത് കൊടുക്കണം, എന്നാലാ കറക്റ്റ് ആവുക. പിന്നെ നമ്മളെ പഞ്ചസാര പാനിയെല്ലാം വരുമല്ലോ, കണ്ടില്ലേ. നല്ലോണം ഒരേ ഭാഗത്തേക്ക് തന്നെ കലക്കി കൊടുക്കണേ. നല്ലോണം കലങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് 1 ടീസ്പൂൺ അതും കൂടി ചേർത്ത്, പിന്നെ നമ്മൾ തണിയാൻ വെച്ചിട്ടില്ലേ ഈ പഞ്ചസാര പാനിയിലിട്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി എടുത്തിട്ട് നല്ലോണം ഒരേ ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ കുറച്ചുകൂടി ഒന്ന് അയയും ആ പഞ്ചസാര പാനിയെല്ലാം വരുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സാണ്. 2 ടേബിൾ സ്പൂൺ ബദാമും 1 ടേബിൾ സ്പൂൺ പിസ്തയും 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. ഒഴിച്ചു കൊടുത്തിട്ട്
കണ്ടതാണ് പാകം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ കടലാസ് കുറച്ച് നീങ്ങിപ്പോയി സൈഡിൽ വെച്ചത്. നല്ലോണം ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ അലങ്കരിക്കാൻ കുറച്ച് ക്രാൻബെറിയും മുന്തിരി അണ്ടിപ്പരിപ്പെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടി ഒരു 20 മിനിറ്റ് വെന്തതിന് ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ. അന്നേരം ആകുമ്പോൾ കുറച്ചുകൂടി നല്ലോണം മേലെ ഇങ്ങനെ മുഴിച്ച് കാണുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മതിയെന്ന് തോന്നിയിട്ടാണ് ഇപ്പം വെച്ച് കൊടുക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. കണ്ടോ, ഓവൻ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനിതിന് വേറൊരു മൂടിയും കൂടി വെക്കുന്നുണ്ട്. കാരണം എൻ്റെ മൂടിക്കൊരു അത്ര ഒരു ഇത് പോരാ, എനിക്കൊരു വിശ്വാസം പോരാ. അതുകൊണ്ട് അപ്പോൾ ഈ 2 മൂടിയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കൊരു 45 മിനിറ്റിന് ശേഷം കാണാം. ഇതാ 45 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ആ മൂടിയും കൂടി വെച്ചതുകൊണ്ട് കറക്റ്റ് 45 മിനിറ്റേ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ലോണം വെന്തിന് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളി കേക്ക് റെഡി. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ടോ, നല്ല അടിപൊളി. 3-4 ദിവസം ഒന്നും ആവില്ല, അത്ര നല്ല കേക്കായത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.